നമുക്ക് ഒരു 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 രസത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഹരത്തിന് വേണ്ടി ഒരു ടാസ്ക് ശ്വേതാജിക്കല്ല. ടാസ്ക് അല്ലേ? ടാസ്ക് ആണ്. പക്ഷെ ഇപ്രാവശ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഭയങ്കര ടെൻഷൻ അടിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമില്ല. കുറച്ചും കൂടി ഒരു റിലാക്സ്ഡ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ശ്വേതാജിക്കും അല്ല. ടാസ്ക് ചെയ്യാനായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് വിളിക്കുന്നു നിത്യ. യെസ്, അപ്പൊ അങ്ങനെ നിത്യ വന്നിരിക്കുകയാണ്. ടാസ്കിന് വേണ്ടിയിട്ട് അംഗം വെട്ടാനായിട്ട് നിത്യ എത്തിയിരിക്കുകയാണ്. പക്ഷെ ഈ ടാസ്ക് ചെയ്യാനായിട്ട് നിത്യ മാത്രം പോരാ, വേറെ 3 അമ്മമാരും കൂടി വേണം. ഈശ്വര, എല്ലാരും നിത്യ പിടിച്ചപ്പോ ഒക്കെ ചിരിക്കുകയായിരുന്നു അല്ലേ? ഞാൻ കണ്ടു നിങ്ങളുടെ ചിരി. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ വിളിക്കാൻ പോവാണ്. നമുക്ക് ലിഷ ചേച്ചി വന്നോളൂ, സന്ധ്യ ചേച്ചി വന്നോളൂ, ആൻഡ് ദിവ്യശ്രീ. യെസ്, അപ്പോ നിത്യയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ വരും. ഓക്കെ, നിങ്ങൾ 3 അമ്മമാരും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കണം. ഒരമ്മമാർ ഇങ്ങനെ നേരെ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട് നിൽക്കണം. ഓക്കെ, അപ്പോ ഇനിയാണ് ഞാൻ പറയാൻ പോകുന്ന ടാസ്ക്. അതായത് നിത്യയ്ക്ക് നമ്മളിവിടെ ഒരു വിഷ്വൽ ഗെയിമാണ് ഇന്ന്. അപ്പം ഞാൻ വിഷ്വലില് കുറച്ച് ഫോട്ടോസ് കാണിക്കും, കുട്ടികളുടെ ഫോട്ടോസ് ആയിരിക്കും. അപ്പൊ നിത്യ അത് നോക്കിയിട്ട് ഈ അമ്മമാരിൽ ആരുടെ മക്കളാണ് അതെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അവരുടെ കുഞ്ഞായിരിക്കുമ്പോൾ ഫോട്ടോ. അപ്പൊ അവരുടെ കണ്ണ്, മൂക്ക്, മുടി എന്തൊക്കെ വെച്ച് നമുക്ക് പറ്റുമല്ലോ. അപ്പൊ ഓരോ അമ്മമാരുടെ മുഖം വെച്ചിട്ട് നോക്കുക, ഇത് ഓക്കെ, ഇത് ലിഷയുടെ മോളായിരിക്കും, അങ്ങനെയായിരിക്കും, അങ്ങനെ പറഞ്ഞ് നമ്മള് ഒരു ഉദ്ദേശം. അതെ. അല്ല, ഇതിൽ വേറെ ഏതെങ്കിലും മക്കളുണ്ടാവോ? അല്ലാതെ ഇവരുടെ മക്കള് മാത്രമേ ഉള്ളൂ? അങ്ങനെ ഞാൻ ചെയ്യൂ ശ്വേതാജി? അത്ര പൊട്ടിയാണോ ഞാൻ? അതന്നെ. അപ്പൊ വേറെ മക്കളുണ്ടാവും. അതാണ് നിത്യ. വേറെ മക്കളെ ഉണ്ടാവുള്ളൂ, ഇവരുടെ മക്കളുണ്ടാവില്ല. അതായത് ഇവരുടെ മക്കൾ കൂടാതെ വേറെ കുറെ മക്കളെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. അവരുടെ കുഞ്ഞു മുഖങ്ങളും ഞാൻ ഇവിടെ കാണിക്കും. അപ്പൊ ഇതിൽ നിന്നാണ് ഏതായിരിക്കും എന്ന് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ചിലപ്പോ സ്വാസുവിന്റെ കുഞ്ഞിലെയുള്ള ചിലപ്പോ എന്റെ ഫോട്ടോ ഉണ്ടാവും, ശ്വേതാജിയുടെ ഫോട്ടോ ഉണ്ടാവും, അങ്ങനെ എന്താ പറയാ കാവ്യമാധവന്റെ ഫോട്ടോ ഉണ്ടാവും, പല ഫോട്ടോകളും. അങ്ങനെ മനസ്സിലായോ? അപ്പോ ഇപ്പൊ വേണമെങ്കിൽ നിത്യക്ക് ഇവരെ വേണമെങ്കിൽ ഒന്ന് ചിരിപ്പിച്ചു നോക്കാം. ഓക്കെ, ഇവരുടെ കുഞ്ഞിലത്തെ ഈ ചിരിയും കുഞ്ഞിലത്തെ ചിരിയും മാച്ച് ആണ്. വേണമെങ്കിൽ ഒന്ന് കണ്ണിങ്ങനെ ബ്ലിങ്ക്, അങ്ങനെ പലതരം ഇവരെ കൊണ്ട് എന്ത് വേണമെങ്കിൽ ചെയ്യിപ്പിക്കാം. എന്ത് വേണമെങ്കിൽ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അവര് തിരിഞ്ഞു നോക്കോ? അവര് തിരിഞ്ഞു അങ്ങനെ ആരെങ്കിലും ചെയ്യൂ? അവരുടെ ഫേസ് എക്സ്പ്രഷൻ വെച്ച് അപ്പൊ തന്നെ കണ്ടുപിടിക്കാം. നമുക്ക് നോക്കാൻ പറ്റില്ല. നിങ്ങൾ നോക്കണ്ട, ഞാൻ പറയുമ്പോ മാത്രം. ഓക്കെ, അപ്പോ എന്തായാലും ഈ ഒരു ഗെയിം നിത്യ തകർക്കും എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. നമുക്ക് ആ വിഷ്വൽ കണ്ടാലോ? ശരി, അപ്പൊ ഓൾ ദി ബെസ്റ്റ് നിത്യക്ക് കൊടുത്തോളൂ എല്ലാവരും. നിങ്ങൾ നല്ല ഫേസ് എക്സ്പ്രഷൻ ഇട്ട് തരണം കേട്ടോ. ഇനി നമുക്ക് വിഷ്വൽ നോക്കാം. വിഷ്വൽസ്. ഓക്കേ, വന്നിരിക്കുകയാണ്. ആദ്യം അവിടെ തുടങ്ങിക്കോ. ആ കുട്ടിയുടെ മുഖച്ഛായയും ഈ അമ്മയിലെ മുഖച്ഛായയും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ നോക്കൂ. ഫസ്റ്റ് ഇരിക്കുന്ന കുട്ടി അവിടുന്ന് സെക്കൻഡ് വൺ കുഞ്ഞിലെ ഒരു 2 വയസ്സൊക്കെ ഉണ്ടായിരുന്നപ്പോഴേ നമ്മുടെ വൈഗ കുട്ടിയില്ലേ, ഒരു സാരിയൊക്കെ കൊടുത്തിട്ട് ഫോട്ടോ എടുത്തില്ലേ, വൈഗ കുട്ടിയായിരിക്കാം. സെക്കൻഡ് വൺ വൈഗ കുട്ടി ആയിരിക്കാം എന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ വൈഗ കുട്ടി ആയിരിക്കാം. ഇനി നമുക്ക് രുദ്രനെ എവിടെയെങ്കിലും കാണാനുണ്ടോ? രുദ്ര ഇവിടെ ആർക്കോ ഒരു കുഞ്ഞായിരുന്നപ്പോ ഒരു ബൈക്കുണ്ട്. ആരുടെ ബൈക്കായിരുന്നു? അങ്ങനെ പറയരുത്. പ്രോപ്പർട്ടീസ് തൊട്ട് കളിക്കരുത്. മുഖച്ഛായ, കണ്ണ്, മൂക്ക്, പുരികം, കൈ. നോക്കട്ടെ. ആ മോള് ആ ചിരി ഒന്ന് ആരെ കൊണ്ട് ചിരിപ്പിച്ചു നോക്കി. ആ ചിരി, ആ പൊട്ടിച്ചിരി. ബേബിയെ പോലെ ആർക്കാ ചിരിക്കാൻ പറ്റുക? എനിക്കത് നമ്മുടെ രുദ്രലക്ഷ്മിയുടെ പൊട്ടിച്ചിരിയാണോ അത്? ദിവ്യശ്രീ ഒന്ന് ചിരിച്ചേ അതുപോലെ ഒരു പൊട്ടിച്ചിരി. അയ്യോ എന്താണിത് മോള്? പെട്ടെന്ന് പറയണം. രുദ്രലക്ഷ്മിയുടെ ഗസ് വർക്ക് തോന്നുന്നുണ്ട് എനിക്ക്. അതായത് ആ രുദ്രലക്ഷ്മി എനിക്ക് തോന്നുന്നത് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സെക്കൻഡ് വൺ നമ്മുടെ വൈഗക്കുട്ടിയായിട്ട് തോന്നുന്നുണ്ട്. ഫോർത്ത് വൺ ആണ് എനിക്ക് രുദ്രലക്ഷ്മി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അതെ, 2 കൊമ്പിലൊക്കെ അല്ലേ പണ്ട് കെട്ടിക്കൊണ്ടിരുന്നത്. ഫോർത്ത് വൺ ജസ്റ്റ് ഒന്ന് നോക്കിട്ട് വന്നേ. ഫോർത്ത് വൺ ഇനി
ലിഷ കുട്ടി ഏതാണ്? നിവേദിത കുട്ടിയെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വൺ. ആ ഇരിക്കുന്ന ഇങ്ങനെ മുടിയൊക്കെ വെച്ചിട്ടല്ലേ, നമ്മുടെ ജെമിനി ബേബി. ആ അതേപോലെ അല്ലേ. അപ്പൊ ലാസ്റ്റ് വൺ നമുക്ക് അത് വെച്ചേക്കാം. അപ്പോ ഞാനിപ്പോ ഫിക്സ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫോട്ടോസ് ആണ്. ഫസ്റ്റ് വൺ എവിടെയോ കണ്ടു മറന്നു. ഈ ഫസ്റ്റ് വൺ കണ്ണടച്ചിരിക്കുന്ന കുട്ടി, കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന കുട്ടിയായിട്ട് ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ഇപ്പൊ ഈ 3 പേരുടെ മക്കളില് ആരുമില്ല. ആരുടെയും ചുണ്ട് ഇപ്പൊ ഇങ്ങനെയില്ല. അപ്പോ എന്തായാലും ഇനി നമുക്ക് ആദ്യം സന്ധ്യയോട് ചോദിക്കാം, ഏതാണ് താങ്കളുടെ മകൾ? സെക്കൻഡ് വൺ. കറക്റ്റ്. താങ്ക് യു. സെക്കൻഡ് വൺ ആണ്. ആദ്യം തന്നെ കണ്ടുപിടിച്ചു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ കണ്ടുപിടിക്കാൻ? മോൾക്ക് കണ്ണ് ഒരു നല്ല ഒരു ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്, കണ്ണിന്റെ ആ ഒരു ഇത്. അപ്പൊ സെക്കൻഡ് വൺ അത് ആദ്യമേ തന്നെ നിത്യ ഫിക്സ് ചെയ്തായിരുന്നു. അടിപൊളി, നല്ലൊരു ഗസ് ആയിരുന്നു. ഇനി രുദ്രലക്ഷ്മിയുടെ കാര്യത്തിലായിരുന്നു ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. എന്നെ ശ്വാസം കൺഫ്യൂസ് ചെയ്തതാ. മൂന്നാമത്തെ ചിരിപ്പിച്ചു നോക്കാൻ പറഞ്ഞു. മൂന്നാമത്തെ ചിരി ആരുടെയാണ്? അതറിയില്ല, പക്ഷെ 4ാമത്തത് രുദ്ര തന്നെയാണ്. ഇങ്ങനെ 2 സൈഡിൽ മുടി കെട്ടിയിരിക്കുന്നതാണ് രുദ്ര. രുദ്രലക്ഷ്മിയുടെ ഈ ഒരു ഏരിയയാണ് എനിക്ക് കൂടുതൽ പെട്ടെന്ന് കിട്ടിയത്. നമ്മുടെ ലിഷ ചേച്ചിയുടെ മകളായിട്ട് പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് നിൽക്കുന്ന കുട്ടിയാണ് അല്ലേ? ആ കുട്ടിയാണോ മകള്? ആ അല്ലേ? സോറി നിത്യ. ഞാൻ പറയട്ടെ. സെക്കൻഡ്. ആ ബൈക്ക് എന്ന് പറഞ്ഞതാണ് ശരിക്കും ലിഷ ചേച്ചിയുടെ മകൾ. ഈ ലാസ്റ്റ് നിൽക്കുന്ന മകൾ ആരാണ് നിങ്ങൾക്ക് അറിയോ? ആരാ? ഞാൻ. അടിപൊളി. ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് തമ്മിൽ ചായ ഉണ്ടോ? കുറച്ച് സ്ലിം ഫേസ്. ഓ അങ്ങനെ ഞാൻ വിചാരിച്ചതാ. പിന്നെ മുടി ചിലപ്പോ ആ ഒരു പിന്നെ തീരെ കുഞ്ഞു ബേബി ആയിരിക്കുമ്പോഴേ നമുക്ക് അത്രയ്ക്ക് ഫീച്ചേഴ്സ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഒരെണ്ണം മാത്രം തെറ്റിച്ചു, ബാക്കി 2ഉം അടിപൊളിയായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പറയണത് ഇവരെല്ലാവരും ആ ഒരു റിലേഷൻഷിപ്പ് ആണ് നമുക്ക് മനസ്സിലാവണത്. ഇത്ര ഒരു കോമ്പറ്റീഷനിൽ വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നന്നായിട്ട് നോക്കുന്നുണ്ട്. ഒരു അമ്മയ്ക്ക് മാത്രമേ വേറെ ഒരു മക്കളെ ഒരു അമ്മയുടെ ആ ഒരു എന്താ പറയാ, നിത്യേന്റെ ഒരു ചെറിയ പോയിന്റ്സ് എടുത്തില്ലേ അവള്? കണ്ണ് അങ്ങനെയാണ്, സാരി ഉടുത്തിട്ടുണ്ട്, ഇതൊക്കെ. രുദ്ര പിന്നെ നമുക്ക് ഒന്നും ഡൗട്ട് ഇല്ല. രുദ്ര ഈസ് വെരി ക്ലീൻ ആൻഡ് ക്ലിയർ, യുനോ. എനിക്ക് ഡൗട്ടായി. ഞാൻ പറയുന്നത് ഫസ്റ്റ് അല്ലല്ലോ, സെക്കൻഡ് ആണല്ലോ, പിന്നെ എന്തിനാ ഫസ്റ്റ് പറയുന്നത്? എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ബിക്കോസ് ഭയങ്കര ചായ ഉണ്ട്, അമ്മയുടെ ചായയുണ്ട്, സിസ്റ്ററിന്റെ ചായ ഉണ്ട്, അതൊക്കെയാണ് അല്ലേ? അത് ശരി. ആ അപ്പൊ അങ്ങനെ ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ട് അത് തെറ്റി. ബാക്കി 2 പേരുടെയും കറക്റ്റ് ആയിട്ട് ആദ്യമേ തന്നെ പറയുകയും ചെയ്തു. വലിയ കൺഫ്യൂഷൻസ് ഇല്ലാതെ ഗസ് ചെയ്തു. ഈ ഫസ്റ്റ് നിൽക്കുന്ന കുട്ടി ആരാന്ന് ശ്വേതജിക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഒരു ഫിലിം ആക്ടറാണ്. ഇല്ല. പറഞ്ഞോ? അല്ല പറഞ്ഞോ, അത് കുഴപ്പമില്ല, ഇവിടെ സമ്മാനമൊന്നുമില്ല. പറഞ്ഞോ. മഞ്ജു വാര്യർ അല്ല. വേറെ ക്യൂട്ടായിട്ടുള്ള ചുണ്ടുള്ളത് ആരാണ്? അനികയാണോ? അനിക അല്ല. ഈ പറഞ്ഞ കാവ്യമാധവനാണ്. അയ്യോ, അന്നും ഇന്നും ഒരേ ടൈപ്പ്. വലിയ കണ്ണാണ്. ഇത് നമ്മുടെ ഇപ്പത്തെ യങ്സ്റ്റേഴ്സിലുള്ള യങ് ജനറേഷനിലുള്ള ഒരു ആക്ട്രസ് ആണ്. അതായത് ആ പൊട്ട് വെക്കുമ്പോ എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇപ്പോഴും ആ കുട്ടി ഈ പൊട്ടുകളിൽ പല പല വേരിയേഷൻസ്, മേക്കപ്പിൽ പല പല വേരിയേഷൻസ്. ഈ പൊട്ട് അമ്മയായിരിക്കും ഇട്ടുകൊടുത്തിരിക്കുക. പക്ഷെ ആ കുട്ടി ഇപ്പോഴും കുറെ മേക്കപ്പ് സ്റ്റൈലിൽ ഈ പൊട്ടുകളിൽ പല പല ലീലാവിലാസങ്ങൾ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയാണ് പ്രയാഗ കുട്ടി. പ്രയാഗ മാർട്ടിൻ. She's having styles on her hair now, അല്ലേ? യെസ്. അപ്പൊ അങ്ങനെ നിത്യ വളരെ ഗംഭീരമായിട്ട് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരെണ്ണത്തിന് എന്റെ സ്വന്തം അമ്മയാക്കി, എന്റെ ലിഷ ചേച്ചിനെ എന്റെ അമ്മയാക്കി ഒരു നിമിഷം, അമ്മയും മകളും. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ അതുകൊണ്ടാണ് അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാണ്ട് ഫിക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്.